അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്? നമ്മൾ 30-day പ്രോഗ്രാമാണ് ചെയ്യുന്നത്. അതിൽ അവർ ഇൻ ക്ലാസ്സിൽ വരേണ്ടത് 5 days പ്ലസ് 2 days മോക്ക്. അപ്പം 4 ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇന്നവർ മോക്കിന് വന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എക്സാമിന് മുൻപായിട്ട് ഈ ഒരു എക്സാമിൻ്റെ അതേ ഒരു സെറ്റിങ്സിൽ തന്നെ ഒരു മോക്ക് എക്സാം നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നത്. അബ്സൊല്യൂട്ട് മീൻസ് ആ സെയിം വേയിൽ 2 മോക്ക് എക്സാം കൊടുത്തിട്ടാണ് നമ്മൾ എക്സാമിന് വിടുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അഞ്ച് എങ്ങനെയുണ്ട് ഇപ്പോൾ? ആക്ച്വലി എനിക്ക് ഇങ്ങോട്ട് വരാൻ എനിക്ക് ഓൺ സൈറ്റ് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ തന്നെ എനിക്ക് ഓൺലൈൻ പ്രൊവൈഡ് ചെയ്ത് 1-to-1 പോലെ എന്നെ പഠിപ്പിച്ച് നമ്മുടെ ലാംഗ്വേജ് തന്നെ ഭയങ്കരമായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ ഹരി നമുക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ ഭയങ്കര ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റും ആണ്. പിന്നെ നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അവർ നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പഠിച്ചതിന്. പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അതർ നഴ്സിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ പ്രാക്ടീസൊക്കെ ആവശ്യത്തിന് ചെയ്തോ? ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇവരുടെ കഴിവുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നല്ലൊരു സപ്പോർട്ടും ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും തന്നെയാണ് സ്റ്റുഡൻസിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യാനും. ഇപ്പോൾ ഒരു ഡേ മുഴുവനുണ്ടോ ട്രെയിനിങ്? അത് എങ്ങനെയാണ്? 10 to 5 ആണ് നമ്മുടെ ട്രെയിനിങ് വരുന്നത്. മോക്ക് വരുമ്പോഴും 10 to 5 വരും. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അവർ കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം എക്സാം സെന്ററിലോട്ട് വിടുന്ന ആ ഒരു. അതുപോലെ തന്നെ ഇവർക്ക് നമ്മുടെ പോർട്ടലും ഉണ്ട്. പോർട്ടൽ ആക്സസ് അവർക്ക് 24 hours ആക്സസ് ചെയ്യാം. അവരുടെ ഓൺ ടൈമിൽ വീഡിയോസ് ബാക്കി എല്ലാ ഇതും അവരുടെ പോർട്ടലിലും ഉണ്ട്. സോ ദേ ക്യാൻ പ്രാക്ടീസ് ദെയർ ഓൺ ടൈം. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് പാസ്സാകാൻ പറ്റുന്ന എല്ലാ ഓപ്ഷനുകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓസ്കി പാസ്സാകാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം തന്നെയാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. അപ്പോൾ എന്തായിരുന്നു ചെയ്തുകൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പ്? ഞാൻ കെയറായിട്ട് 1 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. നഴ്സിംഗ് കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇപ്പോഴാണ് പാസ്സാകാനായിട്ടല്ലേ. അപ്പോൾ ഓസ്കി അറ്റൻഡ് ചെയ്ത് ഇനിയിപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വരിക. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഒരു റിയൽ സെറ്റിങ്സിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതെല്ലാം പഠിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു ട്രെയിനിങ് കൂടിയാണ് നമുക്ക് ഈ ഒരു ഓസ്കി പ്രോഗ്രാമിലൂടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പ്രാക്ടീസ് എങ്ങനെയാണ് ഇവിടെ കിട്ടുന്നത്? അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു റിയൽ ഓസ്കി സെറ്റിങ്സിൽ എങ്ങനെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്? നമുക്ക് ഓസ്കി എന്ന് പറയുമ്പോൾ 10 സ്റ്റേഷനാണ് വരുന്നത്. ആ 10 സ്റ്റേഷൻ എന്ന് പറയുന്നത് അസസ്മെന്റ്, പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, പിന്നെ 4 സ്കിൽ സ്റ്റേഷൻ, ദെൻ 2 റൈറ്റിംഗ് സ്റ്റേഷൻ. അപ്പോൾ ആ സ്റ്റേഷൻസ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ അസസ്മെന്റ് സ്റ്റേഷനാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പം ഇംപ്ലിമെന്റേഷൻ സ്റ്റേഷൻ. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് മെഡിക്കേഷൻ സ്റ്റേഷൻ. ദെൻ ഇവിടെ സബ്ക്യൂട്ടേനിയസും ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനും. ദെൻ നമുക്ക് അപ്പുറത്ത് ഒരു റൂമും കൂടിയുണ്ട്. സോ എവറിഥിങ് വിൽ ബി സെപ്പറേറ്റഡ് സോ ദാറ്റ് ദേ വിൽ ബി ഏബിൾ ടു കം ആൻഡ് പ്രാക്ടീസ് ആസ് വെൽ. Each stations will be separated as it is in the hospital bay. Okay. So same like they also getting over there also different bays. So this will be the peak expiratory and the administration of inhaled medication. So here we are doing MSU, catheter specimen, removal of urinary catheter, and this is the main INDT and wound assessment INDT and IV flush, and here NG tube, oxygen therapy, and blood glucose monitoring. Okay. So all of them we will be covering, and they will be able to do the self practice also here. നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എല്ലാ സ്റ്റേഷനുകളും ആ 10 സ്റ്റേഷനും നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു സ്റ്റേഷൻ തന്നെ മാറ്റുകയല്ല ചെയ്യുന്നത്. 10 സെപ്പറേറ്റ് സ്റ്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അത് വളരെ ഈസിയാണ്. അപ്പോൾ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ആൾക്ക് അടുത്ത സ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. സോ നമുക്ക് റെസിഡൻഷ്യൽ ഓസ്കിയും ഉണ്ട്, ഇൻ കൺട്രി കാൻഡിഡേറ്റ്സും ഉണ്ട്. ഇൻ കൺട്രി കാൻഡിഡേറ്സിനാണെങ്കിൽ പോലും നമ്മളവർക്കും അവർക്ക് ഇവിടെ വന്ന് സെൽഫ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം പ്രാക്ടീസ് ആണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും എത്രമാത്രം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് നമ്മൾ ഏറ്റവും ഇതായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ സ്റ്റുഡൻസിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും കോൺഫിഡൻ്റ് ആയി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനുള്ള എല്ലാ ഫെസിലിറ്റികളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ടീച്ചേഴ്സിനൊപ്പം ഒരു ദിവസക്കാലം മുഴുവൻ ഇവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട് ആ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് അവരെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർ കോൺഫിഡൻ്റ് ആണ്, എക്സാം പാസ്സാകുമെന്ന് ഉറപ്പാകുന്ന ആ ഒരു സാഹചര്യത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 30-day പ്രോഗ്രാമിനകത്ത് കൂടെ അവരെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ ട്രെയിനിങ് കഴിയുന്നത് 2 മോക്ക് എക്സാമും കഴിഞ്ഞ് സെക്കൻഡ് മോക്ക് എക്സാം കഴിഞ്ഞിട്ട് ഒരു 7 to 10 days നമ്മൾ അവരോട് എക്സാം ബുക്ക് ചെയ്യാനാണ് പറയുന്നത്.
ഓസ്കി ട്രെയിനിങ്ങിൽ ഇപ്പൊ നമ്മൾ എന്താണ് ശരിക്കും അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ട്രെയിനർ എന്ന നിലയിൽ എന്താണ് നമ്മൾ ബേസിക്കലി ഇവർ ഒരു 30 ഡേയ്സ് ഒരു ഡേയ്സിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഇവരെ OSCE ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും ഒരു ടെൻഷൻ ഉണ്ടാകരുത്. അതിനുവേണ്ടി നമ്മൾ 5 ഡേയ്സ് ഓഫ് ക്ലാസ് ആണ് കവർ ചെയ്യുന്നത്. പിന്നെ ഓരോ വീക്ക് അത് കഴിയുമ്പോൾ നമ്മൾ മോക്ക് എക്സാം അവർക്ക് വേണ്ടി കൊടുക്കും. അപ്പോൾ അവർക്ക് ഫസ്റ്റ് മോക്ക് ചെയ്യുമ്പം അവർക്കൊന്ന് ടെൻഷൻ ഫ്രീ ആകാൻ പറ്റും. ഫസ്റ്റ് മോക്കിൽ അവർ ഭയങ്കര ടെൻഷനും ഭയങ്കര സ്ട്രെസ്ഫുള്ളും ആയിരിക്കും. അപ്പം വൺസ് ആ മോക്ക് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മെയിൻ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് അതിനനുസരിച്ച് ഒരു ഗുഡ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കറക്റ്റ് ഗൈഡൻസിലാണ് ഇവരിവിടെ OSCE ചെയ്യുന്നത്. ആ ഒരു ട്രെയിനിങ് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൃത്യം അവരുടെ ആ ഒരു ടാലൻ്റ് ഒക്കെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ പ്രത്യേകമായിട്ട് ഇൻഡിവിജ്വൽ പ്ലാൻ ചെയ്താണ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു പൊതുവായ ക്ലാസ്സിനേക്കാൾ കൂടുതൽ. Yeah, the thing is, when I first came to the UK, I was looking for a right place to be trained for and well prepared for OSCE, and somebody recommended me nursing job UK. When I first came here, I was very nervous about the exam, about OSCE training, and with a well-experienced trainer, I've been trained here. It was, I think, about a couple of years ago, and then they helped me to pass my OSCE exam in my first attempt, and then I think they helped me a lot to build my confidence, and now I'm working here as a trainer. I'm very happy working with them. All the trainers are well experienced. ഇവിടെ OSCE അറ്റൻഡ് ചെയ്ത നഴ്സുമാർ OSCE കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് CPD സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നു. എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർക്ക് എന്താണ് പ്രയോജനം ശരിക്കും? സോ നമ്മുടെ CPD സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് CPD സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആ CPD സർട്ടിഫിക്കറ്റ് കൊണ്ട് അവർക്ക് 35 അവേഴ്സ് റീവാലിഡേഷന് 35 CPD അവേഴ്സ് വേണം. Every third year they need to do the revalidation. First renovation, if they wanted to do the revalidation, if they haven't got a job even, they will be able to claim with this certificate. ആ 35 അവേഴ്സ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ അവർക്ക് ക്ലെയിം ചെയ്യാം. റെസിഡൻഷ്യൽ OSCE ചെയ്യുന്ന പിള്ളേർ അവർക്ക് അവിടെ 450 അവേഴ്സ് എവിടെയാണോ അവർ വർക്ക് ചെയ്യുന്നത് അത് കാണിക്കാം. പ്ലസ് ഈ 35 അവേഴ്സ് CPD അവേഴ്സ് കാണിച്ചുകൊണ്ട് അവർക്ക് റീവാലിഡേഷൻ ചെയ്യാം. ഈവൻ ദോ അവർക്ക് ഇവിടെ ജോബ് കിട്ടിയില്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു വരത്തക്ക. I'm one of the students studying over here, and I was really stressful in India that what would be my OSCE go through and what I would do in OSCE, how would I get training in the OSCE, but I just get to know about the nursing jobs UK, and they are amazing in what they do. They provide sufficient training, advices that they give, and the support that we get is really commendable. And also I would tell that even if it is a 50-50 contribution from both of us, I would say that the major contribution is from them, and also that because that is what motivates us to just go and keep doing what we are doing. I was very much frightened in the beginning, but as I came here, they just tell me that what it is and everyone can do it. They're not the one just putting down, they are just pulling everyone and telling that everyone can do it. It is not a thing that we need to get frightened with. And also I would say that everyone should join their program. It is also a very good program, 5-day classes and 2 days mock. We'll get to know more in the mock session because it is like a real scenario that we get in the exam.